ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ദുപ്പട്ടയുടെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ ജോർജറ്റാണ്. ഇത് കസ്റ്റമർ ഇങ്ങോട്ട് അയച്ചു തന്നാണ് കേട്ടോ മെറ്റീരിയൽ. അവർക്ക് ചുരിദാർ ഡിസൈൻ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിത്ത് ഹാൻഡ് വർക്ക്. അപ്പോൾ അതിൻ്റെ ഷോളാണിപ്പോൾ ഇത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഷോർട്സിലൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇത് ഡിസൈന് വരച്ചുകൊണ്ടിരിക്കുകയുണ്ട്. ഞാനിങ്ങനെ ഒരു പാറ്റേണൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സിഗ്സാഗ് ആയിട്ടുള്ള ബോർഡറാണ് കേട്ടോ. കസ്റ്റമർ റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മാർക്കർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിത് ആരി റിങ്ങിലിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ആരി സ്റ്റാൻഡിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു റിങ്ങിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഡിസൈനൊക്കെ വരച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ പിന്നെയാണ് ഇത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഡിസൈനിങ് വരച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പണിയാണ്. ഷോളായതുകൊണ്ട് നല്ലോണം ലെങ്ത്ത് ഉണ്ടാവും. പിന്നെ അവർക്ക് വൺ സൈഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരച്ച് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എടുത്തുള്ള കട്ട് ബീഡാണിത്. ഗോൾഡൻ്റെ റെയിൻബോ കളർ കട്ട് ബീഡ് വേണം. പിന്നെ വൈറ്റ് ഷുഗർ ബീഡും പിന്നെ ഗോൾഡൻ കളർ സീക്വൻസും സെറി ത്രെഡ് പിന്നെ നമ്മുടെ അയൺ നീഡിലും വേണം. 3 ലെയറായിട്ടായിരുന്നു നമ്മൾ വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ലെയർ ചെയിൻ സ്റ്റിച്ചും, സെക്കൻഡ് ലെയർ കട്ട് ബീഡ് വെച്ചിട്ട്, തേർഡ് ലെയർ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ കട്ട് ബീഡ് വെച്ചിട്ടുള്ള ലെയറാണ് കൊടുക്കുന്നത്. ലാസ്റ്റാണ് നമ്മളുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഞാനിവിടെ സൈഡ് ഫോൾഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അവർ പറഞ്ഞു സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുക്കേണ്ടത് ചെയിൻ സ്റ്റിച്ചായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞാനിതപ്പം കട്ട് ബീഡ് വെച്ചിട്ടുള്ള ലെയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കുണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ ചെയ്യാൻ നല്ല സുഖാട്ടോ. പിന്നെ ഈ ഒരു ഇതുപോലത്തെ ഷാർപ്പായിട്ടുള്ള ഈ ഒരു പോയിൻ്റൊക്കെ വരുമ്പോൾ ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം നെക്സ്റ്റ് ബീഡിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ റീൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷോളിൻ്റെ. അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റായിട്ടാണ് 10K എൻ്റെ റീലിന് 10K മുകൾക്ക് വ്യൂസ് ആവുന്നത്. അത്ര വലിയ വ്യൂസ് ഒന്നുമല്ല, പക്ഷെ നമുക്കത് ഫസ്റ്റായിട്ട് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം അത്ര തന്നെ. യൂട്യൂബിലായാലും ഷോർട്സിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയ ഒരു ഷോർട്സ് തന്നെ ആയിരുന്നു ഈ ഒരു ഷോളിൻ്റെ വീഡിയോ. അപ്പോൾ ഈ ഒരു കട്ട് ബീഡിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡായിട്ട് ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള ലെയറാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു കട്ട് ബീഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ഷുഗർ ബീഡ് വെച്ചിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഓരോ ബീഡ് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2-3 ബീഡ് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ആരി വർക്ക് പഠിച്ചതിന് ശേഷം ഫസ്റ്റായിട്ട് കിട്ടിയ വർക്കാണ് കേട്ടോ. അത് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്ന ഫസ്റ്റ് വർക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ അതിൻ്റെ റിവ്യൂ എല്ലാം ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് റേറ്റൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മനസ്സിലാക്കുക, ഇത് ആരി വർക്കാണ്, ഹാൻഡ് വർക്കാണ്, ഹാർഡ് വർക്കുമാണ്. അത്രത്തോളം ഹാർഡ് വർക്കും എഫേർട്ടും ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. പിന്നെ പുറത്തൊക്കെ നമ്മൾ വലിയ ബുട്ടീക്കിലൊക്കെ പോയി ചോദിച്ചാൽ നല്ല റേറ്റ് ഉണ്ടായി. ഈ ഒരു ആരി വർക്കിനൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഡിസൈനേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഭയങ്കര റേറ്റും ആവും. അപ്പോൾ അത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ തേർഡ് ലെയർ ആയിട്ട് നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം ചെയിൻ സ്റ്റിച്ച് ഇട്ട് തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ അങ്ങനെ കൊടുത്താലും മതിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ഫോൾഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അവർ പറഞ്ഞു സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഞാൻ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിലോട്ട് കയറാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു വർക്കൊക്കെ സാരിയുടെ ബോർഡറായിട്ട്, പ്ലെയിൻ സാരിയിൽ ബോർഡറായിട്ടൊക്കെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക. നമ്മളുടെ
പേജിൻ്റെ ലിങ്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, കുറച്ചധികം ടൈം വേണമെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.